എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്കൊരു ബീഫ് കറി ഉണ്ടാക്കാം. എൻ്റെ പേര് ഷഹ്ന. വെൽക്കം ടു റെസിപ്പി കമ്പനി. ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കും പിന്നെ ചോറിനും ഒക്കെ സൈഡായിട്ട് കഴിക്കാൻ പറ്റുന്ന വറുത്തരച്ച ബീഫ് കറിയാണ് തയ്യാറാക്കുന്നത്. അതിനുവേണ്ടി നമുക്കൊരു കുക്കർ എടുക്കാം. കുക്കറിലേക്ക് ഒരു 3/4 കിലോ ബീഫ് നന്നായി കഴുകി വൃത്തിയാക്കിയത് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ ഗരം മസാലപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം വറുത്ത് പൊടിച്ചതിൻ്റെ പൊടിയും കൂടി ചേർക്കാം. 1 ടേബിൾ സ്പൂൺ വിനാഗിരിയും കൂടി ചേർത്ത് ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് തിരുമ്മി മാറ്റി വയ്ക്കാം. ഇനി അതിലേക്കൊരു 1/4 കപ്പ് വെള്ളം, ഒരുപാട് വെള്ളം ചേർക്കേണ്ട, ഒരു 1/4 കപ്പ് വെള്ളം കൂടി ചേർത്ത് നന്നായി വേവിച്ചെടുക്കണം. കുക്കറിൽ ബീഫ് സ്ലോ കുക്ക് ചെയ്തെടുക്കണം. ആദ്യത്തെ ഒരു 2 വിസിൽ ഹൈ ഫ്ലെയിമിന് ശേഷം ഒരു 4 മുതൽ 6 വരെ വിസിൽ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിച്ചെടുക്കുക. നല്ലപോലെ ആവി പോയതിന് ശേഷം മാത്രം കുക്കർ തുറന്നു വെക്കുക. അപ്പം നന്നായി ബീഫ് വെന്ത് കിട്ടിയിട്ടുണ്ടാവും. ഒരു ഫ്രൈ പാനിലേക്ക് 1/2 കപ്പ് ചിരവിയ തേങ്ങ ചേർത്ത് കൊടുക്കാം. തേങ്ങയുടെ അളവ് ഒരുപാട് കൂടണ്ട. ഒരു 4-5 ചെറിയുള്ളി ചെറുതായൊന്ന് മുറിച്ച് ഇതിൻ്റെ കൂടെ ചേർത്ത് നന്നായി വറുത്തെടുക്കണം. ഇതിന് കൂടെ ഒരു തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കണം. നല്ലപോലെ വറുത്ത് ഒരു ബ്രൗൺ കളറായി വരുമ്പോൾ അതിലേക്ക് പെരിഞ്ജീരകപ്പൊടി ചേർത്ത് കൊടുക്കാം. പെരിഞ്ജീരകപ്പൊടിയും കൂടെ ചേർത്ത് നന്നായി വറുത്ത് വന്നിട്ട് ആ ഒരു പാനിൽ നിന്ന് അത് പെട്ടെന്ന് മാറ്റി വയ്ക്കാം. ചൂടാറിയതിന് ശേഷം മിക്സിയിലിട്ട് ഒട്ടും വെള്ളം ചേർക്കാതെ പൊടിച്ചെടുക്കണം. ഇനി ആ ഒരു പാനിലേക്ക് തന്നെ ഒരു 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ഒരു തുടം വെളുത്തുള്ളി, ഒരു 4 പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എല്ലാം കൂടി ചെറുതായിട്ടൊന്ന് ചതച്ചെടുത്തതും, ഒരു 2 സവാള ചെറുതായി മുറിച്ചതും, 2 തക്കാളിയും, ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് നല്ലപോലെ വഴറ്റിയെടുക്കണം. ഇത് ചെറിയ തീയിൽ വെച്ച് നല്ലപോലെ വഴണ്ട് വന്നാൽ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ബീഫും കൂടി ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം. ബീഫൊന്ന് നന്നായി അതിൽ പിടിച്ച് നല്ലപോലെ ആ മസാലയുടെ മണമെല്ലാം മാറി വരുന്ന സമയത്ത് അരച്ച് വെച്ചിട്ടുള്ള തേങ്ങാരപ്പും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് കുറച്ച് ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. പച്ചവെള്ളം ഒഴിക്കരുത്. നല്ല തിളച്ച ചൂടുവെള്ളം ഒരു 1/2 കപ്പ് ഒഴിച്ചു കൊടുക്കുക. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് നന്നായി മിക്സ് ചെയ്ത് ഫിനിഷ് ചെയ്യാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക. വീഡിയോസ് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇനിയും നല്ല നല്ല റെസിപ്പീസായിട്ട് കാണാം. അതുവരേക്കും താങ്ക് യു.